തമിഴ്നാട്ടിലുള്ള തിരുച്ചിറപ്പള്ളിയിലെ റോക്ക് ഫോർട്ട് കാണുവാനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. കുമളി ഭാഗത്തുനിന്ന് വരുന്നവർക്ക് തേനി ഡിണ്ടിക്കൽ വഴി 240 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ട്രിച്ചിയിലെത്താം. ട്രിച്ചി പാൽപ്പണ്ണൈ എന്ന സ്ഥലത്തെ ബ്രിഡ്ജിന് താഴെ ഇടതുഭാഗത്തെ വഴിയിലൂടെ 3.5 കിലോമീറ്റർ പോയാൽ റോക്ക് ഫോർട്ടിലെത്താം. ബസ്സിൽ വരുന്നവർ പാൽപ്പണ്ണൈ ജംഗ്ഷനിലോ പഞ്ചാപൂർ പുതിയ ബസ് സ്റ്റാൻഡിലോ ഇറങ്ങി ചത്തരം ടൗൺ ബസ്സിൽ കയറി തെപ്പക്കുളം സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ ബിഗ് ബസാർ സ്ട്രീറ്റിലൂടെ നടന്ന് റോക്ക് ഫോർട്ടിന്റെ എൻട്രൻസിലെത്താം. പഞ്ചാപൂർ പുതിയ ഇരുനില ബസ് സ്റ്റാൻഡിന്റെ വീഡിയോ ഈ ചാനലിൽ ചേർത്തിട്ടുള്ളത് കാണുക. റോക്ക് ഫോർട്ടിൽ പ്രവേശന ഫീസ് ഒന്നുമില്ല. ക്ഷേത്രങ്ങൾക്കുള്ളിൽ ക്യാമറ അനുവദനീയമല്ല. ഇനി ട്രിച്ചി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെങ്കിൽ ചത്തരം ടൗൺ ബസ്സിൽ കയറി തെപ്പക്കുളത്തിനരികെ ഇറങ്ങുക. ട്രിച്ചിയിൽ എയർപോർട്ടുമുണ്ട്. റോക്ക് ഫോർട്ടിലേക്ക് നടക്കുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ ദൃഷ്ടിയിൽ പെടുന്നത് ഈ പള്ളിയാണ്. ലൂർദ് മാതാ ചർച്ച്. മനോഹരമായ പള്ളി റോഡരികിൽ തന്നെ റോക്ക് ഫോർട്ടിന് അഭിമുഖമായി അങ്ങനെ നിൽക്കുന്നു. ട്രിച്ചി നഗരത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് എന്നതിനാൽ റോക്ക് ഫോർട്ട് വളരെ ദൂരെ നിന്ന് കാണാൻ കഴിയും. മെയിൻ റോഡിൽ നിന്ന് തെപ്പക്കുളത്തിനരികിലൂടെ 1/2 കിലോമീറ്ററോളം നടന്നാൽ റോക്ക് ഫോർട്ട് ക്ഷേത്രങ്ങളുടെ കവാടത്തിലെത്താം. വണ്ടിയിലാണ് വരുന്നതെങ്കിൽ കോവിൽ കവാടത്തിന് കുറച്ച് മുൻപിലായി പാർക്കിങ്ങിനുള്ള സൗകര്യവുമുണ്ട്. ക്ഷേത്ര കവാടത്തിന് തൊട്ടു മുൻപിലായി നല്ല ഫിൽറ്റർ കോഫി കിട്ടുന്ന മൈസൂർ കോഫി കഫയുണ്ട്. ഇവിടെ നിന്ന് നല്ലൊരു കാപ്പിയൊക്കെ കുടിച്ച് കയറ്റം ആരംഭിക്കാം. അരുൾമികു തായുമാനസ്വാമി തിരുക്കോയിൽ എന്നാണ് പ്രധാന ക്ഷേത്രത്തിന്റെ പേര്. ഇതൊരു ക്ഷേത്ര കോംപ്ലക്സ് ആണെന്ന് പറയാം. ഇതാണ് കവാടം. ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയുടെ ഇരുവശവും അലങ്കാര വസ്തുക്കളും ആഭരണങ്ങളും പൂജാ വസ്തുക്കളും ഒക്കെ വിൽക്കുന്ന കടകൾ നിറഞ്ഞിരിക്കുന്നു. വളരെ ഇടുങ്ങിയൊരു തെരുവ്. ചെരുപ്പിട്ട് മുകളിലേക്ക് പോകാൻ പറ്റില്ല. ചെരുപ്പുകൾ സൂക്ഷിക്കുവാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. തെരുവിന്റെ മുകൾ നിലയിൽ തന്നെ ശില്പഭംഗിയുള്ള നിർമ്മിതികൾ കാണുന്നുണ്ട്. നേരെ കയറി ചെല്ലുന്നത് മാണിക്യ വിനായകർ കോവിൽ എന്ന ഗണപതി ക്ഷേത്രത്തിലേക്കാണ്. ഇവിടെ ഗണേശനെ തൊഴുതിട്ടാണ് ഭക്തർ മറ്റു ക്ഷേത്രങ്ങളിലേക്ക് പോകാറുള്ളത്. ഈ ക്ഷേത്രം ചുറ്റി വേണം നമ്മൾ മുകളിലേക്കുള്ള റോക്ക് ഫോർട്ടിലേക്ക് പോകാൻ. ഇവിടുത്തെ ചുവരിന് മുകളിലായി ആദിശങ്കരന്റെയും പുരാണ കഥാപാത്രങ്ങളുടെയും ഒക്കെ ശില്പങ്ങൾ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നവരുമുണ്ട്. കോവിലിനെ ഒന്ന് ചുറ്റി വരുമ്പോൾ മുകളിലേക്കുള്ള പടികൾ ആരംഭിക്കുകയായി. കൽപ്പടവുകളാണ്. കുറെ പടികൾ, പിന്നെ ഒരു നിരപ്പ്. ഇങ്ങനെയാണ് ഇതിന്റെ രീതി. പടികളൊക്കെ മിക്കവാറും കെട്ടിടത്തിനുള്ളിൽ കൂടി തന്നെയാണ്. വെയിലും മഴയും ഏൽക്കാതെ പോകാം. ഇടയ്ക്കു ചെറിയ കടകളൊക്കെയുണ്ട്. ഇവിടെ എത്തുമ്പോൾ ദൂരെ പാറയുടെ മുകളിൽ ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രം കാണാം. ഇവിടെ ക്ഷേത്രത്തിലേക്കുള്ള വഴി ക്രോസ് ചെയ്ത് ഒരു തെരുവ് കടന്നു പോകുന്നുണ്ട്. വീണ്ടും പടിക്കെട്ടുകൾ ആരംഭിക്കുകയായി. അതിനുള്ളിലൊരു ചെറിയ ക്ഷേത്രം കാണാം. മൊത്തം 427 സ്റ്റെപ്പുകളുണ്ട്. ഇതിനുള്ളിലൊക്കെ ചെറിയ ക്ഷേത്രങ്ങൾ കാണാം. ഈ ഭാഗത്തെത്തുമ്പോൾ ഇടതു സൈഡിലായി കോട്ടയുടെ ഭാഗങ്ങൾ നെടുനീളത്തിൽ കാണാം. വീണ്ടും ചെറിയ ക്ഷേത്രങ്ങൾ. ഇടയ്ക്കിടെ പുറത്തേക്ക് തുറക്കുന്ന ജാലകങ്ങളിലൂടെ നല്ല കാറ്റും പ്രകാശവും ഉള്ളിലേക്ക് കിട്ടുന്നുണ്ട്. ഇത് സ്വാമിയാരല്ല. അദ്ദേഹം നടന്നു കയറി മടുത്തിരിക്കുകയാണ്. ഇവിടെ നിന്ന് വഴി രണ്ടായി പിരിയുന്നുണ്ട്. ഒന്ന് പാറയുടെ സൈഡ് ചേർന്ന് മുകളിലേക്ക്, മറ്റൊന്ന് ഇടതുവശത്തേക്കു തിരിഞ്ഞ് തായുമാനസ്വാമി ക്ഷേത്രത്തിലേക്ക്. സ്വാമി അമ്മൻ കോവിലെന്നാണ് നാട്ടുകാർ വിളിക്കുന്നത്. ഇതിനുള്ളിൽ ക്യാമറ, മൊബൈൽ ഒന്നും അനുവദനീയമല്ല. അഹിന്ദുക്കൾക്ക് പ്രവേശനവുമില്ല. 2000 വർഷം മുമ്പ് പല്ലവ രാജാവായ മഹേന്ദ്ര പല്ലവർ നിർമ്മിച്ച ക്ഷേത്രമാണ് തായുമാനസ്വാമി ടെമ്പിൾ. പിന്നീട് നായ്ക്കർ കാലത്ത് ഇത് വിപുലപ്പെടുത്തി. ശിവപാർവതി പ്രതിഷ്ഠയാണിവിടെ. സുഖപ്രസവത്തിനായി സ്ത്രീകൾ വന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണിത്. ഇവിടെ നിന്ന് പ്രസാദമായി ലഭിക്കുന്ന ലേഹ്യം കഴിച്ച് സുഖപ്രസവം നടന്നവർ വാഴക്കുലകൾ ഭഗവാന് നേർച്ചയായി നൽകുകയും പിന്നീടത് ഭക്തർക്ക് പ്രസാദമായി നൽകുകയും ചെയ്യുന്നു. പാറയ്ക്കുള്ളിൽ തന്നെ ചില മണ്ഡപങ്ങളൊക്കെ കൊത്തിയെടുത്തിരിക്കുന്നു. ഇവിടെ പാറയുടെ അരികിലൂടെ തന്നെയാണ് കയറിപ്പോകുന്നത്. മുകളിലേക്ക് വലിയ പാറക്കെട്ടാണ്. ഈ ഭാഗത്തും മേൽക്കൂരയില്ല. (1500 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ട്രിച്ചി ഒരു പട്ടണമായി വികസിച്ചിരുന്നുവെങ്കിലും ആധുനിക പ്രൗഢികളൊക്കെ ബ്രിട്ടീഷുകാരുടെ സംഭാവനയാണ്. ഈ പട്ടണത്തെ വലിയൊരു വാണിജ്യ കേന്ദ്രമാക്കി വളർത്തിയതിന്റെ പ്രധാന പങ്ക് വഹിച്ചതും ബ്രിട്ടീഷുകാരാണ്. അങ്ങനെ പാറയുടെ നിരപ്പുള്ള ഒരു ഭാഗത്തെത്തിയിരിക്കുന്നു.
വെയിൽ കൊള്ളുന്ന ഭാഗത്ത് മിക്കവാറുമൊക്കെ നടപ്പന്തലുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അല്ലാതെ ഈ പാറയിലൂടെ ചെരുപ്പിടാതെ നടക്കുക ബുദ്ധിമുട്ടാണ്. ഇവിടെ അത്യാവശ്യം പാനീയങ്ങളും സ്നാക്സും ഒക്കെ കിട്ടുന്ന ചെറിയ കടകളുണ്ട്. ഇവിടെയും മരത്തണലിൽ വിശ്രമിക്കുവാനുള്ള സൗകര്യങ്ങളുണ്ട്. നല്ല സുഖകരമായ കാറ്റും. ആൽമരത്തിൽ വഴിപാടായി തൊട്ടിലുകളൊക്കെ തൂക്കിയിരിക്കുന്നു. കുട്ടികൾ ഉണ്ടാകുവാനുള്ള നേർച്ചയാണ്. ഇവിടെ എന്തായാലും അല്പമൊന്ന് വിശ്രമിക്കുന്നത് നല്ലതാണ്. അതാണ് ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രം. അത്രയും പടികൾ കൂടി കയറണം. വീണ്ടും കയറ്റം തുടങ്ങി. ഇവിടെ ഇടയ്ക്കിടെ മേൽപന്തലുകളുണ്ട്. ഇത് വളരെ ചെറിയ നടകളാണ്, എളുപ്പത്തിൽ കയറാം. പാറയുടെ കിടപ്പനുസരിച്ച് വശങ്ങളിലേക്ക് ചരിഞ്ഞ പടികളാണ്. നടന്നു മിനുസം വന്ന പടികളായതിനാൽ ശ്രദ്ധിച്ചു കയറണം. ലങ്കയിൽ വെച്ച് രാവണനെ വധിച്ച ശ്രീരാമൻ വിഭീഷണനെ അവിടുത്തെ രാജാവായി വാഴിക്കുകയും നിത്യവും പൂജിക്കുന്നതിനായി ഒരു രംഗരാജ വിഗ്രഹം വിഭീഷണന് നൽകി മടങ്ങുകയും ചെയ്തു. ഒരു അസുരൻ മഹാവിഷ്ണുവിനെ പൂജിക്കുന്നതിൽ അസൂയ പൂണ്ട ദേവന്മാർ ആ വിഗ്രഹം തട്ടിയെടുക്കുന്നതിന് വിനായകനെ സമീപിച്ചു. ഗണേശൻ ആ ദൗത്യം ഏറ്റെടുത്തു. ഒരിക്കൽ കാവേരി തീരത്തെത്തിയ വിഭീഷണൻ സന്ധ്യാവന്ദനത്തിനായി നദിയിലിറങ്ങിയപ്പോൾ വിഗ്രഹം സൂക്ഷിക്കാൻ അവിടെ കണ്ട ഒരു കാലിച്ചൊറുക്കനെ പറഞ്ഞേൽപ്പിച്ചു. വിഭീഷണൻ നദിയിൽ മുങ്ങിയ സമയത്ത് കാലിച്ചക്കൻ വിഗ്രഹം പുഴയോരത്തെ മണലിൽ താഴ്ത്തി. വേഷം മാറിയെത്തിയ വിനായകനായിരുന്നു ആ കാലിച്ചക്കൻ. നദിയിൽ മുങ്ങി നിവർന്ന വിഭീഷണൻ കണ്ടത് ഓടിപ്പോകുന്ന കാലിച്ചക്കനെയാണ്. അവൻ ഈ വലിയ പാറയിലേക്ക് ഓടിക്കയറുകയും ഉടൻ തന്നെ ശ്രീ ഗണേശനായി രൂപം മാറുകയും ചെയ്തു. വിഗ്രഹം നഷ്ടമായതിൽ ദുഃഖിക്കേണ്ടതില്ലെന്നും അത് കാവേരി തീരത്തു തന്നെ എക്കാലവും പൂജിക്കപ്പെടുമെന്നും പറഞ്ഞ് ശ്രീ ഗണേശൻ വിഭീഷണനെ അനുഗ്രഹിച്ചയച്ചു. ഇതാണ് ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം. അല്പം പ്രായമായവർ പോലും കയറി പോകുന്നുണ്ട്. ഇങ്ങനെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ കയറിയാൽ മതി. കാവേരി നദിയുടെ ഇരു കരകളിലുമായി പരന്ന് വ്യാപിച്ചു കിടക്കുന്ന 198 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള വലിയ പട്ടണമാണ് തിരുച്ചിറപ്പള്ളി. സിറ്റിയിൽ മാത്രം 10 ലക്ഷത്തോളം ആളുകളാണ് താമസിക്കുന്നത്. 4000 വർഷത്തോളമായി ഇവിടെ ജനവാസം തുടങ്ങിയിട്ട് എന്നാണ് കരുതപ്പെടുന്നത്. തമിഴ്നാട്ടിൽ തന്നെ ആദ്യമായി ജനങ്ങൾ വസിക്കാൻ തുടങ്ങിയത് ട്രിച്ചിയിലാണ്. സംസ്കാര വൈവിധ്യത്തിനും വിദ്യാഭ്യാസത്തിനും ടൂറിസത്തിനുമൊക്കെ പേരുകേട്ട സ്ഥലമാണ് ട്രിച്ചി. BC 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് റോമൻ ചിന്തകനായ ടോളമി തന്റെ എഴുത്തുകളിൽ തിരുച്ചിറപ്പള്ളിയെ ഒതൗറ എന്ന പേരിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ട്രിച്ചിയിലെ ക്ഷേത്രങ്ങൾ പലതും തീർത്ഥാടന കേന്ദ്രങ്ങളായാണ് അറിയപ്പെടുന്നത്. തമിഴ്നാടിന്റെ എല്ലാ ഭാഗത്തു നിന്നും ട്രിച്ചിയിലേക്ക് ഭക്തന്മാർ എത്തുന്നു. താഴേക്കുള്ള വ്യൂ നോക്കുക. ഇതാണ് ഉച്ചി വിനായകർ ടെമ്പിൾ. ഇവിടെ ആർക്കും പ്രവേശിക്കാം. എന്നാൽ ക്യാമറ അനുവദനീയമല്ല. ഭക്തരൊക്കെ ദർശനത്തിനായി കാത്തു നിൽക്കുന്നു. ഇവിടെ പ്രാർത്ഥിച്ചാൽ തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിനെ ചുറ്റി ഒരു നടവഴിയുണ്ട്. ഇതിന്റെ ഗ്രില്ലുകൾക്കിടയിലൂടെ ട്രിച്ചി നഗരം മുഴുവൻ കാണാം. നമുക്ക് ഈ വഴിയൊന്ന് ചുറ്റി വരാം. ഈ ഭാഗത്ത് അതിഭയങ്കരമായ കാറ്റാണ്. ക്യാമറയൊക്കെ ഗ്രില്ലിന് വെളിയിലേക്ക് കടത്താൻ പേടി തോന്നും. തായുമാന സ്വാമി ക്ഷേത്രമാണ് താഴെ കാണുന്നത്. അതിനും താഴെ തെപ്പക്കുളം. താഴെ നിന്ന് കാണുമ്പോൾ ഇത് വളരെ വലിയൊരു കുളമാണ്. തെപ്പക്കുളത്തിന് നടുവിലായി ഒരു മണ്ഡപം പണിതിരിക്കുന്നത് കാണാം. ദൂരെ മുകളിൽ റോക്ക് ഫോർട്ട്. പണ്ട് ഈ കുളത്തിനു ചുറ്റും ട്രിച്ചിയുടെ പ്രധാന മാർക്കറ്റായിരുന്നു. ഇപ്പോഴും വലിയൊരു ഷോപ്പിംഗ് ഏരിയ തന്നെയാണ് ഇവിടം. വൈകുന്നേരമാകുമ്പോൾ നല്ല തിരക്കാവുന്ന മാർക്കറ്റ്. വൈകുന്നേരങ്ങളിൽ ഇവിടെ നിന്ന് റോക്ക് ഫോർട്ടിലേക്കുള്ള കാഴ്ച അതിമനോഹരമാണ്. മാത്രമല്ല ഈ തെരുവുകളിലൂടെയുള്ള നടപ്പ് തന്നെ അതീവ രസകരമാണ്. തെരുവിലൂടെ ഒരു ഘോഷയാത്ര കടന്നുപോകുന്നു. നമ്മൾ ആദ്യം കണ്ട പള്ളിയാണത്. 100-ലേറെ വർഷം പഴക്കമുള്ള ട്രിച്ചി സെന്റ് ജോസഫ്സ് കോളേജ്. നമ്മുടെ APJ അബ്ദുൽ കലാം ഒക്കെ പഠിച്ചത് ഇവിടെയാണ്. ട്രിച്ചിയിലെ ജനവാസ കേന്ദ്രങ്ങൾ, കാവേരി നദിയും പാലങ്ങളും, ദൂരെ ശ്രീരംഗം ക്ഷേത്ര സമുച്ചയവുമൊക്കെ കാണുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ മുൻഭാഗമാണിത്. ഇവിടെ കാറ്റ് കുറവാണ്. നമ്മൾ കയറി വന്ന വഴി. ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രത്തിലേക്ക് എത്തിയ ഭക്തന്മാരാണ്. പാലങ്ങളും കാവേരി നദിയും മുതൽ അങ്ങ് ബംഗാൾ ഉൾക്കടൽ തീരം വരെ ഒരേ നിരപ്പിലുള്ള തമിഴ്നാടൻ ഭൂപ്രകൃതി. അതിവിശാലമായ ട്രിച്ചിയുടെ ഭാഗങ്ങൾ. സന്ദർശകരൊക്കെ കയറി വന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾ തിരിച്ചിറങ്ങുകയാണ്.
ചോള സാമ്രാജ്യ കാലത്താണ് വലിയ ക്ഷേത്രങ്ങളൊക്കെ ഇവിടെ നിർമ്മിക്കപ്പെട്ടത്. അന്ന് തമിഴ്നാട്ടിലെ തന്നെ പ്രാധാന്യമേറിയ ഒരു ഹൈന്ദവ കേന്ദ്രമായിരുന്നു തിരുച്ചിറപ്പള്ളി. വിചിത്രാകാരമുള്ള ഒരു പടുകൂറ്റൻ പാറയിൽ പടികൾ വെട്ടിയെടുത്തിരിക്കുകയാണ്. AD 580 പല്ലവ കാലഘട്ടത്തിൽ തുടങ്ങി പാണ്ഡ്യ രാജാക്കന്മാരും വിജയനഗര സാമ്രാജ്യവും കർണാട്ടിക് യുദ്ധകാലത്ത് ബ്രിട്ടീഷുകാരുമൊക്കെ ഈ പാറയിൽ വിവിധങ്ങളായ നിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴിതൊരു ക്ഷേത്ര സമുച്ചയമാണെങ്കിലും പണ്ട് ഭരണാധികാരികളുടെ വാസസ്ഥലവും പട്ടാള കേന്ദ്രവും ഒക്കെ ആയിരുന്നു. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരുമായി നടന്ന യുദ്ധത്തിൽ വെടിമരുന്ന് സൂക്ഷിച്ചിരുന്നത് ഈ കോട്ടയിലാണ്. ഹിമാലയത്തെക്കാളും പഴക്കമുള്ള ഒരു ഫോസിൽ റോക്കാണ് ഇത് എന്ന് വിദഗ്ധർ പറയുന്നു. 272 അടിയാണിതിന്റെ ഉയരം. ഈ പാറയിലൊക്കെ മഹാന്മാരായ സഞ്ചാരികൾ തങ്ങളുടെ പേരുകൾ എഴുതി ചേർത്തിരിക്കുന്നു. കേരളത്തിന് നിളാനദി പോലെയാണ് തമിഴ്നാടിന് കാവേരി. തമിഴ് സാംസ്കാരിക മണ്ഡലം വളർന്നു വികസിച്ചത് കാവേരി തീരത്താണെങ്കിലും മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സവിശേഷമായ ഒരു സാംസ്കാരിക നിലവാരം ഇവിടെ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ മറ്റു പ്രദേശങ്ങളിൽ ഇല്ലാത്ത ചില ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ഇവിടെ കണ്ടുവരുന്നു. 13 മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ, 45 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ, 40 പോളിടെക്നിക്കുകൾ തുടങ്ങി തമിഴ്നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വളരെ പേരുകേട്ട സ്ഥലമാണ് ഇന്ന് തിരുച്ചിറപ്പള്ളി. CV രാമൻ, R വെങ്കിട്ടരാമൻ, GN രാമചന്ദ്രൻ, APJ അബ്ദുൽ കലാം തുടങ്ങി ധാരാളം പ്രശസ്ത വ്യക്തികൾ ഈ പട്ടണത്തിൽ പഠിച്ചു വളർന്നവരായി അറിയപ്പെടുന്നു.